ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രേണുസുതി തന്നെയാണ്. രേണുസുതി എന്ന് പറയുന്ന ആ ടോപ്പിക്ക് അവസാനിപ്പിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഓരോ ദിവസവും രേണുവായിട്ട് തന്നെ കണ്ടന്റുകൾ ഇട്ട് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊല്ലം സുധി മരിച്ചതിന് ശേഷം കിച്ചുവിനും ഋതപ്പനും കൂടെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ രേണു പബ്ലിക്കിന്റെ മുന്നിൽ അവരെ വെറും മോശക്കാരാക്കിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസുകാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വെറുതെയാണ്. കാര്യം ഇത്രയൊക്കെ ഉപകാരങ്ങൾ ചെയ്തവരെ പബ്ലിക്കിന്റെ മുന്നിൽ വെറും മോശക്കാരാക്കിക്കൊണ്ടിരിക്കുമ്പം വീണ്ടും നിങ്ങൾ മണ്ടരായിക്കൊണ്ടിരിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് ഈ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ പറ്റും. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പോ നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന. നമുക്ക് എല്ലാരും പറയുന്നില്ല, എന്താ പറയാ, ദാനം തന്ന വീടല്ലേ, നീ എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട്. ശരിയാ, ദാനം തന്ന അത് വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്കല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പം ചോരുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ബെഡ്റൂമിലൊക്കെ ലീക്ക് ഉണ്ടോ? ബെഡ്റൂമില് ഞാൻ കിടക്കുന്നിടത്തില്ല, ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. ഹോളിലും നന്നായിട്ടുണ്ട്. അപ്പൊ അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനകത്ത് ചോരുന്നെന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോർച്ച എന്ന് പറയുന്ന കാര്യം ഋതപ്പന്റെ റൂമില് ചോരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ഹോളിൽ ചോരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ചിലപ്പം ചോരുന്നുണ്ടായിരിക്കാം. പക്ഷേ അവർ ചെയ്ത ആ ഒരു പ്രവൃത്തി ഒരിക്കലും പബ്ലിക്കിന്റെ മുന്നിലല്ല വന്ന് പറയേണ്ടത്, അല്ലേ? അത് അവരെ മാക്സിമം അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് രേണു സംസാരിക്കുന്നത്. രേണുവിന് വിദ്യാഭ്യാസത്തിന്റെ വിവരത്തിന്റെ കുറവാണോ എന്നറിയത്തില്ല. നമുക്കൊരാൾക്കാർ ഒരു ഉപകാരം ചെയ്യുന്ന സമയത്ത് അതിന് എന്തോ ആയിക്കോട്ടെ, അതിന് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നമ്മൾ അവർ കേൾക്കച്ചെയ്തല്ല അത് പറയേണ്ടത്. ഇപ്പം ഈ ഒരു പബ്ലിക്കായിട്ട് വന്നിന്ന് പറയുന്ന സമയത്ത് എത്രയോ ആൾക്കാരുടെ മുന്നിൽ അവരല്ലേ നാണം കെടുന്നത്. നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തിട്ട് അത് നിങ്ങളിൽ നിന്നും തന്നെ അതൊരു ഉപദ്രവമായിട്ട് മാറുക എന്ന് പറയുന്നത് ആ ചെയ്ത വ്യക്തികൾക്ക് മാനസികമായിട്ടും നല്ല ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും നമുക്കൊരു ഉപകാരം ചെയ്യുന്നവരെ, പ്രത്യേകിച്ച് ഒരു കയറി കിടക്കാൻ ഒരു വീടെന്ന് പറയുന്നത് അതില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങൾ ചോരുന്നെന്ന് പറയുന്നത് ശരിയാ, ചിലപ്പോൾ ചോരുന്നുണ്ടായിരിക്കാം. എങ്കിൽ പോലും അങ്ങനെ പോലും കിട്ടാത്ത, ഇങ്ങനൊരു വീട് പോലും കിട്ടാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്, ഇല്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മൾ എന്തോരം ഭാഗ്യവതിയാണെന്ന് രേണുവിന് തന്നെ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും രേണു ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നതെന്ന് പറയരുതായിരുന്നു. രേണുവിൻ്റെ ഭാഗത്തുണ്ടായ ഏറ്റവും വലിയ തെറ്റാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ രേണു പല ഇന്റർവ്യൂവിലും വന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു വാടക അടയ്ക്കാൻ പോലും ക്യാഷ് ഇല്ല എന്നുള്ള കാര്യം വന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു വീട് പോട്ടെ, സ്വന്തം വസ്തു ആരും ഇറങ്ങിപ്പോ എന്ന് പറയാത്ത ഒരു സ്ഥലത്ത് സ്വന്തമായിട്ടൊരു കിടക്കാട ഉണ്ടാകുക, നമ്മൾക്കിപ്പോൾ മൊത്തത്തിൽ സൗകര്യം ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കത്തില്ല, അല്ലേ? അപ്പം ചെറിയൊരു സൗകര്യം കിട്ടുന്ന സമയത്ത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മര്യാദ. അപ്പം പല ഇന്റർവ്യൂവിലും വന്നിട്ട് വാടക പോലും കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിരുന്ന രേണു ഇപ്പൊ വീട് ചോരുന്നെന്ന് പോലും. നമുക്കിനി ഈ വീട് പണിഞ്ഞു കൊടുത്ത ആളിന്റെ വോയിസോടെ നമുക്കൊന്ന് കേൾക്കാം. ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വോയിസോട് നമുക്കൊന്ന് കേൾക്കാട്ടോ. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിന്റെ ആ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ്, സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിന്റെ ഉള്ളിൽ കൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോ ശക്തമായ കാറ്റും ശക്തമായ മഴയും കള്ളമാണ് രേണു പറയുന്നതെന്നുള്ളത്. അത് പക്ഷേ ഈ ഫിറോസിക്ക പറയാതെ തന്നെ നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇന്റർവ്യൂവിലും വന്നിട്ട് കള്ളം പറയുന്നത്.
നല്ല വൃത്തിക്ക് കള്ളം പറയുന്നതിനെ പറ്റി നമ്മൾ പല ഇന്റർവ്യൂവിലും രേണുവിൻ്റെത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതും കള്ളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വലിയ ഇതൊന്നുമില്ല. എന്നാലും ഈ വീട് വെച്ച് കൊടുത്ത ആള് തന്നെ വന്നിട്ട് പറയുവാണ് ഇത് പച്ച കള്ളമാണ്, 100 അല്ല 200 അല്ല 300% ഇത് ഉറപ്പുള്ള കാര്യമാണ്, വീടിന് ചോർച്ചയില്ല എന്നുള്ളത്. 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക്. സത്യം പറഞ്ഞാൽ ഇവർ ഈ ചോർച്ച ഉണ്ടെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ശീതളടിച്ച് കയറാറുണ്ടല്ലോ, അതിനെയാണ് ഇവർ ചോർച്ച എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം മനസാക്ഷി ഇല്ലാത്ത പെണ്ണുമ്പിള്ളയാ ഈ രേണു സുധി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ സുധി എന്ന പേര് ഇവരുടെ കൂടെ ചേർക്കുകയേ ചെയ്യരുത്. അങ്ങേർക്കും കൂടെ നാണക്കേടാത്. അങ്ങനെ മരിച്ച് മണ്ണിനടിയിൽ പോയി നമ്മൾ എല്ലാ വീഡിയോയിലും ഇത് തന്നെയാണ് പറയുന്നത്. ഇത്രയ്ക്കും പോട്ടെ, നേരത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കൊല്ലം സുധിയുടെ വൈഫ് ആ ഒരു പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ഒരു സെലിബ്രിറ്റി സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവര്. അവര് വന്നിട്ട് ഇങ്ങനെ വന്നെന്ന് സംസാരിക്കുമ്പം ഇവർക്ക് ഇനി ആര് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും? സത്യത്തിൽ ഈ ഒരു ശീതൾ അടിക്കുന്നതിനെയാണ് ഇവര് ചോർച്ച എന്ന് പറയുന്നത്, അല്ലാതെ ഉള്ള ചോർച്ചയൊന്നും അല്ല. നിങ്ങൾ സത്യത്തിൽ എന്തിനാ ഇങ്ങനെ വന്ന് കള്ളം പറയുന്നത്? ഇത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇനി ഇത് ചോർച്ചയാണെന്ന് പറയുമ്പം അടുത്ത ആരെങ്കിലും വന്ന് സ്പോൺസർ ചെയ്യുമായിരിക്കും, മുകളിലോട്ടൊക്കെ 2 നില ഇറക്കാനുള്ള പ്ലാൻ വല്ലതും ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷെ ഇനി ആര് വന്ന് നിങ്ങൾക്ക് ചെയ്തു തരും? അതോടെ നിങ്ങളൊന്ന് പറ, ആര് വന്നിട്ട് നിങ്ങൾക്ക് ഇനി ചെയ്തു തരും? അപ്പൊ ഈ ഫിറോസക്ക പറയുന്നുണ്ട് കിച്ചുവിന്റെയും ഋതപ്പന്റെയും പേരിലാണ് ഈ വീട് വെച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന കിച്ചുവിന് ആ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ കിച്ചു മനഃപൂർവ്വമാണോ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് എന്നുള്ളത്. അപ്പം നമ്മുടെ കുറെ ആൾക്കാരിലേക്ക് കിച്ചു തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇത് മനഃപൂർവ്വം ചെയ്തൊരു വീഡിയോ ആണെന്നുള്ള കാര്യം. അപ്പം നമുക്കും കാണുമ്പം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകും ഇത് മനഃപൂർവ്വം ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. കാര്യം ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തെങ്കിലും കിച്ചുവിന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ കൊച്ചു മനഃപൂർവ്വം ആയിരിക്കും അത് ചെയ്തത്. ഇപ്പം 2 പേർ കൂടെ പണിഞ്ഞു കൊടുത്ത ആ ഒരു വീട്ടില് കിച്ചുവിന് എന്ത് സ്ഥാനമുള്ളത്? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ഗസ്റ്റ് എന്ന രീതിയിലാണ് കിച്ചു ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത് തന്നെ. കിച്ചുവിനും ഋതപ്പനും കൂടെ വീട് വെച്ച് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ആ കിച്ചുവിന് ഒരു സെപ്പറേറ്റ് റൂം പോലും ഇല്ല. അതൊരു ആൺകുട്ടിയാണ്, വീട്ടിൽ വരുന്ന സമയം അതിനൊരു പ്രൈവസി വേണം എപ്പോഴും. പോട്ടെ കൂട്ടുകാരന്മാരാണെങ്കിലും വീട്ടിൽ വരുമ്പോൾ സ്വാതന്ത്ര്യത്തോടു കൂടി കയറി വരാനായിട്ട് ആ കിച്ചുവിന് പോലും അവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ല. നമ്മൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും. പക്ഷെ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ TV ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ കിച്ചൺ കബോർഡുകൾ, ബെഡ്റൂം കബോർഡുകൾ, ബെഡ്, ടേബിള്, ഡൈനിങ് ടേബിള്, സോഫ, TV, അതേപോലെ വാട്ടർ ഫിൽട്ടർ, വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും അവർ ഓരോ വീട് വീതം ഓരോ പാവപ്പെട്ട ആൾക്കാർക്ക് നൽകുന്നതാണ്. പക്ഷെ കൊല്ലം സുധിയുടെയൊക്കെ വീടിന്റെ കാര്യത്തിലോട്ട് വന്ന സമയത്ത് വീട് മാത്രമാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ആ വീട്ടിലേക്ക് വേണ്ട A to Z കാര്യങ്ങൾ അവർ ആ വീടിന് വേണ്ടിയിട്ട് നൽകി എന്നുള്ളതാണ്. കട്ടില്, കബോർഡ്, സോഫ, കിച്ചൺ കബോർഡുകൾ എല്ലാം ഒരു വീട്ടിലേക്ക് എന്താണോ വീടിനെ വീടാക്കി മാറ്റിയിട്ടാണ് അവർ ആ ഒരു താക്കോൽ അവരെ ഏൽപ്പിക്കുന്നത് തന്നെ. പക്ഷേ ഇത്ര
ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും, അല്ലെങ്കിൽ അവര് വീട് മാത്രം വെച്ച് കൊടുത്തിട്ട് ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഇവരാ വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ ശരിയാ, എങ്കിൽ പോലും നമ്മളതിനെ കുറ്റം പറയാൻ പാടില്ല. പക്ഷേ ഇവർ ഒരു രീതിയിലും ബുദ്ധിമുട്ടരുത് എന്നുള്ള രീതി വെച്ചിട്ട് ഇവർക്ക് കിടക്കാൻ കട്ടിലും കിച്ചണും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും അവരൊരുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മാറി നിന്ന് ഇങ്ങനെ കുറ്റം പറയുമ്പം രേണു, ഉളുപ്പില്ലേ നിങ്ങൾക്ക്? ശകലമെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഒരു കൂട്ടം ആൾക്കാർ ഈ ഫിറോസിക്കാടെ കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു വീടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ അവരുടെ എല്ലാവരുടെയും മുഖത്തടിച്ചുകൊണ്ടാണ് രേണു ഇന്ന് പബ്ലിക്കിന്റെ മുന്നിൽ ഇവരെ ഇൻസൾട്ട് ചെയ്തേക്കുന്നത് തന്നെ. നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക, ഇതുവരെ കാണാത്ത, ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു. ഇനി എൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ശതമാനം, ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ കൂടുതൽ പലരും ചെയ്തിട്ടുണ്ട്. വളരെ ദൂരെ നിന്നൊക്കെ വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട്, അതായത് സഹായിക്കാൻ ക്യാഷ് ഒന്നും ഇല്ല അവരുടെ കയ്യിൽ, പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട്, അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവരുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഇക്കാന്റെ കൂടെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ, പുള്ളി കണ്ടിട്ടുകൂടി ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ സഹായിച്ചു എന്നാണ് ഫിറോസിക്ക പറയുന്നത്. അതുപോലെ തന്നെ പുള്ളി നടത്തുന്ന ബിസിനസ്സിന്റെ ലാഭം എടുത്തിട്ടാണ് ഇങ്ങനെയുള്ള ഉപകാരങ്ങൾ ചെയ്യുന്നത് തന്നെ. എന്തായാലും രേണു, അങ്ങനെയുള്ളവരെയാണല്ലോ രേണു തിരിച്ചടിച്ചത് അല്ലേ? മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു വേദനയാണത്. അപ്പോഴും നമ്മൾ ആലോചിക്കും, എന്താ ഭയങ്കര ഇത്. എനിവേ, ഞാൻ കൂടുതൽ പറയുന്നില്ല. കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും. ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ, ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അവർ സംസാരിച്ചു. അതായത് ആ വീട് വെച്ച് കൊടുത്തവർക്ക് ലാസ്റ്റ് ഭീഷണി. ഇവർക്ക് വീട് വെച്ച് കൊടുത്ത സമയത്ത് വർക്ക് ഏരിയ പണിഞ്ഞു കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ഈ ഫിറോസുകായെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വീട് മാത്രം വെച്ച് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കാര്യം ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ സമയത്ത് രേണു പറയുകയാണ്, ഞങ്ങൾ യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവരാണ് ഇത് ചെയ്തു തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ നാണക്കേടെന്ന്. ശരിയല്ലേ? ഇത്രയൊക്കെ സ്പോൺസർ ചെയ്ത് ഇത്രയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പം തന്നെ ഇതെല്ലാം ചെയ്തിട്ട് രേണു വന്ന് പറയുന്നത് ഇങ്ങനെ. അപ്പോൾ ഇപ്പം തന്നെ രേണു ഇത്രയും ഇതായിട്ട് സംസാരിക്കുന്ന രേണു അന്ന് എങ്ങനെയായിരിക്കും അവരോട് സംസാരിച്ചത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയ്ക്ക് വൃത്തികെട്ട പെണ്ണുമ്പിള്ളയാണോ ഇവര്? ശരിക്കും കാര്യം ഇവര് സത്യം പറഞ്ഞാൽ ഇവരുടെ ഇപ്പോഴത്തെ നടത്തിയും ഭാവവും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇവര് സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ടൊരു വീട് വെച്ചു എന്നുള്ള മട്ടും ഭാവമാണ് ഈ രേണുവിന്. ഞാൻ പറയും, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആരെ കൊണ്ടുവച്ചാൽ ചെയ്യിച്ചോളൂ, ഞങ്ങൾ ഇനി ഫണ്ടില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന 1 ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് വാമിങ്ങിന്റെ പരിപാടിയൊക്കെ അവിടെ നടത്തിയത്. നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അതിന് നിന്നിട്ടുണ്ട്. വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല. ഭക്ഷണം തികയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവണ്ടാച്ചിട്ട് നമ്മൾ ഒരാൾ പോലെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല. പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേനും അവിടെ നിന്ന് പോരുകയും ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം, വെള്ളം ചെയ്തിടടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 4,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ ഇടിയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം അവർക്ക്.
മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു, അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളൊരു വീട്, നല്ലൊരു വീട് തന്നു, അതിന്റെ മെയിൻ്റെനൻസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത്. പക്ഷെ ഇങ്ങനൊരു വീഡിയോ അവർ ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ വീട് വെച്ച് കൊടുത്തതും പോലെ ഇതിന്റെ മെയിൻ്റനൻസ് പരിപാടികളെല്ലാം രേണുവിന്റെ ലൈഫ് ലോങ് ഇതിന്റെ ഈ വീടിന്റെ മെയിൻ്റനൻസ് പരിപാടികളെല്ലാം ഇവര് തന്നെ ചെയ്തു കൊടുക്കണമെന്ന്. എന്തുവാ രേണു ഇത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. അവരൊരു ദാനത്തിനൊരു വീട് വെച്ച് തന്നതും പോരാ, ഇനി ബൾബ് കേടായി കഴിഞ്ഞാൽ അവര് ചെന്ന് മാറ്റി കൊടുക്കണം, മോട്ടർ കേടായി കഴിഞ്ഞാൽ അവര് ചെന്ന് മാറ്റി കൊടുക്കണം. എന്തോന്നടേ ഇതൊക്കെ? നാണുണ്ടോ നിങ്ങൾക്ക്? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ പൊന്ന് സപ്പോർട്ടേഴ്സ്, എനിക്ക് ഇത്രയും മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. രേണുവിനോട് ഇത് മാത്രമേ പറയാനുള്ളൂ. നമുക്കൊരാൾ ഒരു ഉപകാരം ചെയ്യുന്ന സമയത്ത് ഒരു ചെറുതാണെങ്കിൽ പോലും അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ നോക്കുക. കാര്യം നമുക്കത് അർഹതപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ 2 കൈയും നീട്ടി അതിനെ സ്വീകരിക്കാൻ നോക്കുക. അല്ലാതെ അത് വാങ്ങിച്ച് കൈ വെച്ചുകൊണ്ട് മാറി നടന്ന് കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. ഇനി ഇതിനകത്ത് നിങ്ങളൊരു ന്യായവുമായിട്ട് നിങ്ങൾ എന്തായാലും നാളെ വരും. അപ്പൊ വീണ്ടും വീണ്ടും നമുക്ക് കണ്ടന്റ് കിട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ള, ഇനിയും നിങ്ങൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വെറും വിഡ്ഢികൾ മാത്രമാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ അടുത്ത് കുറേ നെഗറ്റീവ് കമന്റുമായിട്ട് വരും. പോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവരൊരു വീട് വെച്ച് അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി കയറി കിടക്കാൻ ഒരിടവായി, അങ്ങനെ സമാധാനിക്കുകയല്ലേ ചെയ്യണ്ടേ? ഇതിനൊക്കെ അർഹതപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട്. പോട്ടെ, ഒരു കൊട്ടില് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഒരു ഷീറ്റ് മാത്രം മറച്ച് അതിനകത്ത് കഴിയുന്ന എത്രയോ പേരുണ്ടെന്നറിയാവോ? അതൊക്കെ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ രേണുവൊക്കെ എന്തോരം ഭാഗ്യം ചെയ്തതാ. ഇതൊന്നും കൂടാതെ വർക്ക് ഏരിയ പണിഞ്ഞു കൊടുക്കണം, അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവര് ചെയ്തു കൊടുക്കണം പുറയിന്. എന്തോന്നാ ഇത്? നിങ്ങൾക്ക് ഈ വന്ന കാലത്ത് നല്ലതും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സത്യത്തിന് ആരെന്ത് ചെയ്തു തരും? അതുപോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൊല്ലം സുധിയുടെ അവാർഡുകളെല്ലാം കട്ടിലിനടുക്കി വെച്ചേക്കുന്നത് ഷെൽഫ് പണിയാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതും കൂടെ ആരെങ്കിലും സ്പോൺസർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ക്യാഷ് ഇല്ലാത്ത കാര്യം പറയുന്നത് ആള്. സത്യം പറഞ്ഞാൽ നാട്ടുകാരെ ഊറ്റി തന്നെ നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് സത്യത്തിൽ എന്തിന്റെ ചെലവുണ്ട്? ആ കിച്ചുവിനെ പഠിപ്പിക്കുന്നത് ഫ്ലവേഴ്സുകാർ. ഋതപ്പൻ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് വീട്ടിലെ ചെലവ് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഡെയിലി ഷൂട്ടാണ്, നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങൾക്ക് ഷൂട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ തിരക്ക്. നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട്? അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങളുടെ വീട്ടിലേക്ക് ചെലവാക്കാൻ ക്യാഷ് ഇല്ലേ? നിങ്ങളപ്പോ ഈ ഉണ്ടാക്കുന്ന ക്യാഷ് എല്ലാം എങ്ങോട്ടാ പോകുന്നത്? ചുമ്മാ നാണം കെട്ട പരിപാടിയായിട്ട് നടക്കല്ലേ രേണു? സീരിയസ് ആയിട്ട് പറയാം, വെറും നാണം കെട്ട പരിപാടിയായിട്ട് നടക്കരുത്. നിങ്ങൾക്ക് ജോലിയുമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പാഷൻ എന്നും പറഞ്ഞുകൊണ്ട് പോയേക്കുന്നത് ആക്ടിങ്. സത്യത്തിൽ അതൊരു വകയ്ക്ക് കൊള്ളത്തുമില്ല, അത് വേറൊരു കാര്യം. പിന്നെ അതിനകത്തുനിന്ന് റീച്ചും കിട്ടി, അല്ലെങ്കിൽ ആ ഒരു ആക്ടിങ്ങുമായിട്ട് നടന്നിട്ട് നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 1 രൂപ ചെലവാക്കാൻ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ഇതറിയണു? അതുപോലെ തന്നെ ഷെൽഫ് പണിയാൻ ക്യാഷ് ഇല്ല, അതിനൊക്കെ നല്ല എമൗണ്ട് ആവത്തില്ലേ? ക്യാഷ് ഇല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന ക്യാഷൊക്കെ എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരെ നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക. ഈ പറഞ്ഞ നിങ്ങൾക്ക് ഒരു അവസരം, നിങ്ങൾക്ക് അഭിനയിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നവരെ പോലും നിങ്ങൾ ഇനി നാളെ വന്നിട്ട് കുറ്റം പറയുന്ന ആളല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുവിനെ വിശ്വസിച്ച് ഒരു കാര്യത്തിലും നിർത്തരുത്. രേണു ഇന്ന് അഭിനയിക്കുന്നുണ്ടെങ്കിൽ രേണുവിന് അവസരം തന്ന ആൾക്കാരെ പോലും രേണു നാളെ വന്നിട്ട് കുറ്റം പറയുന്ന ആളാ. കുറ്റം പറയുന്ന ആളാ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉപകാരം ചെയ്യുന്നവരെ ഒരിക്കലും ഉപദ്രവിക്കുകയും ചെയ്യരുത്, അവരെ നമ്മൾ മറക്കുകയും ചെയ്യരുത്. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.